The only difference between a saint and a sinner is that the saint has a past and a sinner has a future. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവാനുഗ്രഹത്തിൻ്റെ നല്ലൊരു ദിവസം ആദ്യമേ തന്നെ എല്ലാവർക്കും നേരുന്നു. മനുഷ്യരെല്ലാവരും അനന്തമായിട്ടുള്ള സാധ്യതകൾ ഉള്ളവരാണ്. എന്നാൽ ഇന്ന് നാം ഓരോ ആൾക്കാരെയും ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതങ്ങളൊക്കെ എല്ലാം വളരെയധികം ശുഷ്കിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് വേറൊന്നും കൊണ്ടല്ല, സ്വന്തം ഹിതപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ തന്നിഷ്ടവും തൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ കംഫോർട്ട് സോണുകളൊക്കെ തേടിപ്പോകുന്നു. എന്നാൽ ഈ ദിവസങ്ങൾ, അതായത് തപസ് കാലത്തിൻ്റെ ഈ ഓരോ ദിവസങ്ങളും ഒരു മാറ്റത്തിൻ്റെ ഒരു പുതിയ ഉദ്ധാനമാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. നമ്മുടെ വായനകളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും പറഞ്ഞു വയ്ക്കുന്നത്. ഒന്നാമത്തെ വായനയായ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ഹിതം മറന്നുകൊണ്ട് ദൈവത്തിന് എതിരായിട്ട്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം വിട്ടുകൊണ്ട് ജീവിക്കുന്ന, ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കുന്ന ഇസ്രായേൽ ജനത്തെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ ഹിതം സ്വയമേ ഏറ്റെടുത്തുകൊണ്ട് കുരിശുമരണം വരെ വിശ്വസ്തനായി ദൈവത്തിൻ്റെ ഹിതം പ്രാവർത്തികമാക്കിയ യേശുക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വളരെയധികം വേദനയിലൂടെ കടന്നുപോയപ്പോഴും ഗെത്സമനി തോട്ടത്തിൽ യേശു പറഞ്ഞത് എൻ്റെ ഹിതമല്ല, പിതാവിൻ്റെ ഹിതം നിറവേറട്ടെ എന്നാണ്. ക്രിസ്തുവിൻ്റെ അനുയായികളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ക്രിസ്ത്യാനിക്കും ക്രിസ്തുവിൻ്റെ ഈ മാതൃക വളരെയധികം ഉത്തേജനം നൽകുന്ന ഒന്നായിരിക്കണം. കാരണം ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ ഹിതം അനുസരിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് അവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധരാകണം. എൻ്റെ ഹിതം കൊണ്ടല്ല ഞാൻ എൻ്റെ ജീവചരിത്രം പൂർത്തിയാക്കേണ്ടത്, പകരം ദൈവത്തിൻ്റെ ഹിതം വെച്ചുകൊണ്ട് ദൈവത്തെ കൊണ്ട് നമ്മുടെ ജീവചരിത്രം പൂർത്തിയാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അനന്തമായിട്ടുള്ള അത്ഭുതങ്ങൾ സംഭവിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എ സെയിൻറ്റ് ഹാസ് എ ബ്രൈറ്റ് പാസ്റ്റ് ബട്ട് എ സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. ഇത് നമ്മുടെ അവസരമാണ്, മാറാനുള്ള അവസരം. ഈ തപസ്സുകാലം അതിന് നമ്മളെ സഹായിക്കട്ടെ.